ചേട്ടാ ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പലരും കണ്ടിട്ട് മറ്റേ ഒരു ഇവന്റിന് എന്തോ ഇങ്ങനെ പറഞ്ഞു വന്ന് ടിക്ടോക്കിലൂടെ ഫേമസ് ആയ ഷാജു ശ്രീധർന്ന്. ശരിക്കും നടന്ന സംഭവം? നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പറയുന്ന വെച്ചാൽ 31ാമത്തെ വർഷമാണ് സിനിമ. അപ്പോൾ 31ാമത്തെ വർഷത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രോ കൊടുക്കുന്നതിന് പകരം സിമ്പിളായിട്ട് പറയണം ടിക്ടോക്കിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതരായെന്നൊക്കെ. അങ്ങനെയൊക്കെ ടിക്ടോക്ക് മിമിക്രി അല്ല, സീരിയലല്ല, സിനിമയല്ല, ഒന്നുമല്ല ടിക്ടോക്കിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ. അപ്പോൾ ആളുകൾ പുതിയ ജനറേഷൻ്റെ ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരുപാട് പേര് കാണുന്ന ഈ മക്കളുമായിട്ടുള്ള ഇതാണ്. അത് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമർ ഏരിയ പിടിക്കുന്നതാണ്, ക്രിയേറ്റ് ഏരിയയാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുക. അവർ രണ്ടുപേരുടെ വരുമ്പോൾ അവർക്കും എല്ലാവരും സ്കൂളിലെല്ലാം അവളെയൊക്കെ അറിയാം. അപ്പോൾ നമ്മളൊരു കലാകാരനാണെന്നുള്ളതിലുപരി ഇവരുടെ ടാലൻ്റ് എന്താണെന്ന് അറിയുന്ന അതിലൂടെയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന നമ്മുടെ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന മൊമെൻ്റ് എന്താ വെച്ചാൽ അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ കമൻസ് അച്ഛനെ വെല്ലുന്ന മക്കൾ എന്നായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ കുറച്ചൊന്ന് അഭിനയം അവരെ കണ്ട് പഠിക്കൂ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മക്കൾ അവരുടെ പെർഫോമൻസിന് മുമ്പിൽ നിങ്ങളൊന്നും അല്ലാതായിപ്പോയി, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഭിനയം ആദ്യം എങ്ങനെയാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും പലതും. പക്ഷെ ആക്ച്വലി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം ഒരു പക്ഷേ അതാണ്. അതായത് അവര് നന്നായി എന്നുള്ളത് പറയുന്നതിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ചേച്ചിക്കും സെയിം അല്ലേ? അല്ല, ഞാൻ ടിക്ടോക്കില് ഇവർക്ക് ക്യാമറ പിടിച്ചു കൊടുക്കലാണല്ലോ എന്റെ പണി. ടിക്ടോക്ക് നിർത്തി, ഇപ്പൊ റീലാണല്ലോ. ടിക്ടോക്ക് സമയത്ത് ഭയങ്കരമായിരുന്നു, നിറയെ ചെയ്യുമായിരുന്നു. ഇപ്പൊ റീല് വളരെ കുറവ്. ഇവരെ കിട്ടാൻ വലിയ പാടാ. ഇവരെ വന്ന് ഇപ്പൊ അവര് പെട്ടെന്ന് പഠിക്കും. നമ്മളാണ് ചിലപ്പോ അതിലേക്ക്. ശരിക്കും രണ്ടാളും കൂടി ഒരുമിച്ച് നിങ്ങൾ 4 പേരും കൂടെ ഉള്ള ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇപ്പൊ കുറവായിട്ട് വരും. അതുപോലെ ഇവരുടെ കൂടെ ടിക്ടോക്കിൽ എന്നെ എനിക്ക് പെടാനേ പറ്റില്ല. മമ്മി എന്റെ പൊളിച്ചടിക്കളയും. ഞാനുണ്ട് ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് ഏതെങ്കിലും ഭാഗത്ത് നിൽക്കും. ഇവരുടെ കൂടെ ഒപ്പമുള്ളൊരു വീഡിയോ ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ എന്തോ വിഷ് ചെയ്തൊരു വീഡിയോ നന്ദനയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരാളാണെന്ന് തോന്നിച്ചിരുന്ന ആളാണ് നിങ്ങളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒരു വീട്ടിലൊരാൾ അല്ലെങ്കിൽ ഒരു അടുത്ത വീട്ടിലൊരാള് അങ്ങനത്തെ ഒരു സ്നേഹമാണ് അല്ലേ ചേച്ചിനോട്? തീർച്ചയായിട്ടും. കാണുമ്പോൾ ചിലര് ഇപ്പോഴും പഴയ എന്താ പറയാ ഇന്ന സീരിയൽ ഓർമ്മയുണ്ട്, സമയം എന്നുള്ള സീരിയൽ ഓർമ്മയുണ്ട്. ഇപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത്ര കൊല്ലമായില്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ചിലപ്പോൾ കാണുമ്പോൾ പറയും ചാന്ദ്രിയുടെ ഭർത്താവല്ലേന്ന് ചോദിക്കും. അപ്പൊ അത് അവളെ ഇഷ്ടപ്പെടുന്ന, അവളെ കണ്ട് സമയം എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം ആ ഏജിലുള്ള ആ സീരിയലിൻ്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എൻ്റെ പേര് ഒരുപക്ഷെ പറഞ്ഞാൽ കിട്ടില്ല. ചിലപ്പോൾ ഷാജോൺ, ഷൈജു, ഷിജു, ഇപ്പോഴാണ് ഷാജു ശ്രീധർ എന്നുള്ള പേര് പാലക്കാട് എന്ന് പറയുമ്പോൾ എന്നെ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നെ അറിയാം, പക്ഷെ പേരിലുണ്ടാവുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് കുറേ അമ്മമാർ ഈ പറയുന്ന അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് വന്ന് പറയും ചന്ദ്രയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് പറയും. ഇപ്പോൾ ഓക്കെ, അവർ അത്രയും വർഷം കഴിഞ്ഞിട്ടും അഭിനയത്തിൽ ഇല്ലാഞ്ഞിട്ടും എല്ലാവരും. ചേച്ചി ഇപ്പൊ നിങ്ങളാണെങ്കിൽ ആ 10-25 വർഷം മുമ്പ് ഇതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആ ഒരു സമയത്ത് മനസ്സിലിങ്ങനെ ഒരു ഇമാജിനേഷൻ കാണുമല്ലോ, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു ലൈഫ്, ആ ഒരു ഫാമിലി, ആ ഒരു അന്ന് ആ സ്വപ്നം കണ്ട ഒരു ലൈഫിലോട്ട് തന്നെയല്ലേ ഇപ്പൊ എത്തിയിരിക്കുന്നത്? എങ്ങനെയാ അന്ന് കണ്ട ഒരു വിഷൻ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞല്ലോ, അന്ന് ഇപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു വിഷൻ കണ്ടില്ല. ഇല്ല, പെട്ടുപോയതാ. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ആലോചന വന്നില്ല. പാലക്കാട് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പാലക്കാട് എനിക്ക് പണ്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു പാലക്കാട്. ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത്. പക്ഷെ സ്ഥലം വ്യക്തിയല്ല, സ്ഥലം അല്ല, പിന്നീടാണ് അവിടെ നിന്ന് ഒരാൾ വന്നത്. പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മൾ പാലക്കാട് സെറ്റിൽ ആവുന്നുള്ള. അമ്മ മൂലങ്കോടാണ് അമ്മയുടെ. പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴും അവിടെ അമ്പലങ്ങളിൽ വരുന്നല്ലാണ്ട് അങ്ങനെ പാലക്കാട്. പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധം ഈ ഷൂട്ടിങ്ങിന് വന്നിട്ടാണ്. പക്ഷെ പാലക്കാട് സെറ്റിൽ ആവുന്നുള്ള അങ്ങനെയൊന്നൊരു ആലോചനയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞല്ലേ, അല്ലേ? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു നീ പാലക്കാട് സെറ്റിൽ ആവുന്നു. ആണോ? അറിയായിരുന്നു, എല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. നിന്റെ സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നു, നീ എന്താണ് പാലക്കാട്. ഇല്ലില്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. സൗഹൃദത്തിൽ നിന്നും വഴിതിരിഞ്ഞു വന്ന പ്രണയവും, പ്രണയത്തിൽ നിന്ന് തിരിഞ്ഞ്
ഒരു വാശിപ്പുറത്ത് വന്ന കല്യാണമാണ്. ആണ് പ്രണയത്തിൽ എന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ അപ്പോഴൊന്നും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ഞങ്ങള് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിതൊരു രസമല്ലേ. അന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലില്ല, നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ മൊബൈൽ വന്ന സമയം. പക്ഷെ അപ്പൊ അത് ഇൻകമിങ് ഔട്ട് ഗോയിങ് പൈസയാണ്. ഇത്രയും പൈസ കൊടുത്ത് പ്രണയിക്കാനുള്ള പൈസയൊന്നും അന്ന് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന രീതിയിൽ എപ്പോഴെങ്കിലും വിളിക്കുന്ന ഒരു കോളോ കാര്യങ്ങളോ നല്ല കുറേ സംസാരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അതിനൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കുറെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ബ്ലോക്കായി. അന്ന് പിന്നെ കാണാനോ സൗകര്യങ്ങളോ ഇന്നത്തെ പോലെ ഒരു വീഡിയോ കോളോ ഒന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു സംഭവം വേണ്ടെന്ന് പറയുമ്പോൾ അത് വേണമെന്ന് ഉള്ളൊരു വാശിയുണ്ട്. അപ്പൊ ആ സമയം എന്ന് വെച്ചാൽ എനിക്ക് 24 വയസ്സ്, 21 വയസ്സ്. ആ ഒരു പ്രായത്തില് നമ്മള് ഒളിച്ചോടാൻ തീരുമാനിക്കുന്ന. അപ്പൊ ഒളിച്ചോടാൻ തീരുമാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നും കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. നമ്മൾ ലൈഫിൽ പിന്നെ ഒരുമിച്ചിട്ടാണുള്ളത്. അന്ന് സിനിമയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹീറോയിൻ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുൾ ഇൻഡസ്ട്രിയിൽ എന്തായിരിക്കും അപ്പൊ ചർച്ചയൊക്കെ? ഇൻഡസ്ട്രിയിൽ ഭയങ്കര എന്നെ പ്രാഗിയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അവള് ആ സമയത്ത് സീരിയലില് സമയം ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത്. അപ്പൊ ഞാനും സീരിയൽസും സിനിമയൊക്കെ ആയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹീറോയിൻ ലൈനിൽ ബിസി ആയിട്ടുള്ള പുള്ളിക്കാരത്തിയാണ്. സമയം എന്നുള്ള നന്നായിട്ട് പോകുന്നൊരു സീരിയലായിരുന്നു. അപ്പോൾ സീരിയൽ തീ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ കൊണ്ടുപോയതിൻ്റെ മൊത്തം ആൾക്കാരുടെ ഇതും എനിക്ക് കിട്ടിയത്. ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് അവർ വിളിച്ചാൽ അവളെ സീരിയൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ് സീരിയലിൽ കുറച്ചാൾ പോയി, വീണ്ടും അഭിനയിക്കാൻ വേണ്ടി കുറച്ചാളും കൂടെ പോയി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവർ നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഫാമിലി ഒന്നാവണം, ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം. അതൊന്നും അവരുടെ പ്രശ്നമല്ല. അവർക്ക് ഷൂട്ടിംഗ് മാത്രം മതിയാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചായിട്ട് നിർത്തി. അതിനുശേഷം പടങ്ങളും കംപ്ലീറ്റ്. എനിക്കൊന്ന് കല്ലുകൊണ്ടൊരു പെണ്ണ് എന്നുള്ള മൂവി അതിനുശേഷം. ചേച്ചി ഈ പറയുന്ന പോലെ ഒളിച്ചോട്ടം എന്നൊക്കെ ആ സമയത്തൊക്കെ സിനിമയിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. റിയൽ ലൈഫില് ഞാൻ ഒളിച്ചോടാൻ പോവാ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ആ ഹാർട്ട് ബീറ്റ് കാണുമല്ലോ. ആ ഒരു സംഭവം ഇപ്പൊ ആലോചിക്കുമ്പോ അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. അത്ര ആ സമയത്തൊരു ടെൻഷൻ അത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അല്ലേ എങ്ങനെ ഇറങ്ങി പോയി എന്നൊന്നും. സത്യം അതൊരു പൊട്ടതൈര് എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം. എന്ന് വെച്ചാൽ അല്ലാണ്ട് ഒരു പൊട്ടതൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അമിതമായിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അതെ അതെ. എന്ന് വെച്ചാൽ ഷാർട്ടിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അവർ. അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. നമ്മൾ ഈ വാശി പിടിച്ചിരിക്കുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആക്ച്വലി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അല്ല അതല്ല, നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരു വണ്ടിയിൽ അപ്പൊ അത് പാടില്ല എന്നുള്ള അവർക്ക് വീട്ടുകാർക്കും ഉണ്ടാവുമല്ലോ അവരുടെ മകളെ കുറിച്ച്. അപ്പൊ ഞാനുമായിട്ട് അടുപ്പമുണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കും. അപ്പൊ ആ ശ്രമം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വാശി കയറാം. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി പല വഴികളിലൂടെ അല്ലെങ്കിൽ പല ആൾക്കാരിലൂടെയൊക്കെ ഫോൺ ചെയ്ത് നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഒരു വല്ലാത്തൊരു പിരിമുറുക്കാണ്. ആ സമയത്ത് വേറെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പാലക്കാടാണ്, അവർ കൊച്ചിയിലാണ്. ഞങ്ങൾ മീറ്റ് ചെയ്യാനോ ഒന്നും സൗകര്യങ്ങളില്ല, ലൊക്കേഷൻ മാത്രമാണ്. അപ്പം നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരെങ്കിലൊക്കെ വരണം. സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരു ചെറിയ അവസരം ഒരുക്കാൻ പോലും പറ്റില്ല. കാരണം അവളുടെ അമ്മയും അച്ഛനും അപ്പൊ അമ്മയൊക്കെ എന്നെ കാണുമ്പോൾ എത്ര ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ എങ്ങനെ പ്രണയം പറയും. പിന്നെ ഞാൻ പറയും ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്നുകിൽ ഈ പറയുന്ന ഡേറ്റ്, അപ്പം നമുക്ക് ഈ കല്യാണത്തിന്റെ മുഹൂർത്തമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു മറ്റേ വലിയച്ഛൻ്റെ മോൻ്റെ മാരേജ് ഉണ്ട്. അപ്പം ആ ദിവസം എന്തായാലും മുഹൂർത്തം നല്ലതായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഒക്ടോബർ 27-ാം തീയതി ഞാൻ പറഞ്ഞു ഈ ദിവസം നമുക്ക് ഓൾറെഡി അന്നത്തെ ആ മുഹൂർത്തം ഉള്ളതുകൊണ്ട്. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കല്യാണത്തിന് അവരെല്ലാം കല്യാണത്തിന് വരിക. അപ്പൊ ഞാൻ പോയി അവളെ വിളിച്ചിറക്കി ആ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങൾ വിളിച്ചു. എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമുക്കത് വേണ്ട അങ്ങനെ പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ പറയണ്ടായിരുന്നു, കുറച്ചുകൂടെ അങ്ങ് നീണ്ടുപോയിരുന്നെങ്കിൽ രസമായിരുന്നു അത്. പക്ഷെ അങ്ങനെ ഒരു ആ പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ള എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്ങും ഇല്ല, എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. എന്തായാലും എന്താ രാജകുമാരനെ കിട്ടിയത്. അയ്യോ ഇതൊക്കെ കേൾക്കണ്ടല്ലോ. ഈ രാജകുമാരന്റെ അല്ല ഈ രാജകുമാരനെ ഇവിടെ വന്നു കഴിഞ്ഞു അവൾ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ജീവിച്ച.
എൻ്റെ പിന്നെ രാജകോട്ടാരെന്ന് പറഞ്ഞാൽ 4 കമ്പും ഒരു ടാർപോളിലുള്ള വീടെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞു വീടായിരുന്നു, ഒരു പഴയ ഓടിട്ട വീടും, സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം അവിടത്തേക്ക് ഒരാൾ വരുമ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയായിരുന്നു. മനസ്സിലായി. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവളെപ്പോഴും പറയേ, ഫോണിൽ സംസാരിക്കുമ്പോൾ പാട്ട് കേൾക്കും, ഭയങ്കര ക്ലാരിറ്റിയാണ് പാട്ട്, ഒരു കുഞ്ഞ് ടൈപ്പ് റെക്കോർഡറാണ്. പക്ഷെ ഇവള് വിചാരിച്ചു മറ്റേ പുതിയ സിസ്റ്റത്തിന്റെ പുതിയ സിസ്റ്റം ഇല്ല, വലിയ ബോക്സിന്റെ ബോക്സ് പറയുന്ന രീതിയിൽ മിനിമം ഒരു 25,000 വാട്ട്സിന്റെ സൗണ്ട് വീടിന്റെ ഹാളിൽ വെച്ചിട്ടുള്ള വീടാണെന്ന് വിചാരിച്ചു. വീടല്ല, ഇത് വീട് ഞാൻ കാണിച്ചു കൊടുത്തു അതിനു മുമ്പേ. അങ്ങനെ ഞാൻ ചതിച്ചിട്ടില്ല, ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. വീട് ആദ്യമേ ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ കാണിച്ചു കൊടുത്തു, അതൊക്കെ. പക്ഷേ ഈ മ്യൂസിക് സിസ്റ്റം ഇവള് വിചാരിച്ചത് വെച്ചാൽ ഒരു രക്ഷയിട്ടാണ്. കാരണം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ബാക്കിൽ ചെറിയൊരു സംഗീതം വരുമ്പോൾ ഇവള് വിചാരിക്കുന്നു, നമ്മൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു മൂട്ട ചെറിയ ഞാൻ പറയാം, ഇതിലായിരുന്നു നീ ഇത്രയും കാലം ഈ പാട്ടൊക്കെ ഇതിലായി